നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമത്തെപ്പറ്റി ഭക്തർ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. സത്യത്തിൽ സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. അയ്യപ്പ സംഗമത്തിൽ നിങ്ങളുടെ പങ്കെന്തെന്ന് കോടതി ചോദിക്കുമ്പോൾ സംഗമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെയാണ് കോടതി ചോദ്യം ചെയ്യുന്നത്. അയ്യപ്പ ഭക്ത സംഗമം വേണമെന്ന ആവശ്യം ആരുടേതെന്ന ചോദ്യമുയരുന്നു. പിരിക്കുന്ന പണം കൊണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമോ എന്ന് ചോദിക്കുമ്പോഴും ഉത്തരമില്ലാതെ വിയർക്കുകയാണ് സർക്കാർ. അപ്പോൾ കോടതിക്കും ബോധ്യപ്പെട്ടോ സർക്കാരിൻ്റെ കുബുദ്ധി? ജന ഡിബേറ്റ് വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി എത്തുന്നത് BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവരാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ സർക്കാരെ എന്ന ചോദ്യമാണ് ജന ഡിബേറ്റ് ഉയർത്തുന്നത്. ഇതിൽ ആദ്യം പങ്കുചേരുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസ് ആണ്. ശ്രീ അനിൽ ബോസ്, സ്വാഗതം ജന ഡിബേറ്റിലേക്ക്. ഇന്ന് കോടതി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ റോൾ എന്താണ് എന്ന് കോടതി ചോദിക്കുന്നു. അയ്യപ്പൻ്റെ പേരിൽ പണം പിരിക്കാനാകുമോ എന്ന ചോദ്യവും കോടതിയിൽ നിന്ന് ഉയരുകയാണ്. ക്ഷണിതാക്കളുടെ കാര്യത്തിൽ മാനദണ്ഡങ്ങൾ എന്ത്? കിട്ടുന്ന പണമൊക്കെ എന്ത് ചെയ്യും? ആരെയെല്ലാം ക്ഷണിക്കുന്നുണ്ട്? അതായത് ഈ ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് കോടതി ചില സംശയങ്ങൾ വളരെ കൃത്യമായി ചോദ്യങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയാണ് എന്ന് വേണം കരുതാൻ. കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? തുടക്കം മുതൽ കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് ഭക്തർക്കും അതുപോലെ തന്നെ ശബരിമലയ്ക്കും ഗുണപരമാകുന്ന സമീപനം വേണം എന്നുള്ളതാണ്. അവിടുത്തെ ആചാരങ്ങളാണെങ്കിലും അനുഷ്ഠാനമാണെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം സുതാര്യമായി കാര്യങ്ങൾ നടക്കണം എന്ന പൊതു നിലപാടാണ് കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. ഇതിനു മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട് 2017-18 കാലഘട്ടത്തിൽ അരങ്ങേറിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ്. നിരന്തരം ആ സന്ദർഭത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ശബരിമലയും വിശ്വാസ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അന്നും അവിടെ സംഘപരിവാർ ഒരു വശത്ത് നവോത്ഥാന സമിതിയും നവോത്ഥാന പോരാട്ടം എന്നുള്ള നിലയിൽ ആചാരം ലംഘിക്കുന്നതിന് വേണ്ടി സർക്കാർ മധ്യവശത്ത് പോരാട്ടം നടത്തിയപ്പോഴും ഞങ്ങൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം നിന്നവരാണ്. ശബരിമല ഭക്തരുടെ താല്പര്യത്തിനൊപ്പം നിന്നവരാണ്. ഇപ്പോഴും അത് തന്നെയാണ് താല്പര്യം. അതൊരു രാഷ്ട്രീയ വടംവലിക്കുള്ള വേദിയാക്കി മാറ്റണം എന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. ഇത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്, കക്ഷി രാഷ്ട്രീയ തട്ടിപ്പാണ്. വരാൻ പോകുന്ന 8 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിശ്വാസ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഈ അയ്യപ്പ സംഗമം. വളരെ കൃത്യമായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് ശബരിമലയുടെ വികസനം, അതിനുവേണ്ടി വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആരാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്? ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് 3000 പേരടങ്ങുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് 3000 പ്രതിനിധികൾ, 3000 പേര് ഒന്നിച്ചിരുന്നിട്ടാണോ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്? ഇത് ആരോടാണ് ഇവർ പറയുന്നത്? ഒരു പഞ്ചായത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് ഒരു തീരുമാനമെടുക്കുന്നതിന് പോലും അതിൽ ഒരു കമ്മിറ്റിയെ തീരുമാനിക്കും. ആ ഒരു പഞ്ചായത്തിൻ്റെ പദ്ധതി അതെങ്ങനെ രൂപകൽപ്പന ചെയ്യണം, അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയായിരിക്കണം, അതിന് ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പിലും സ്വീകരിക്കേണ്ട സമീപനങ്ങളുണ്ട്. 3000 പേരെ വിളിച്ചിരുത്തിയുള്ള 10 പേര് തല്ലിയ പാമ്പ് ചാവില്ല, പഴമൊഴിയാണ്, അറിയാമല്ലോ. അതെ. ഇവിടെ ഈ 3000 പേരെ വിളിച്ചു കൂട്ടി എന്താണ് ഇവർ നടത്താൻ പോകുന്നത്? ഒരു സെക്കൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പം ഈ 3000 പേരെ വിളിച്ചിരുത്തി ഇവരെന്താണ് ചർച്ച ചെയ്യുന്നത്? ഇതൊരു ഒറ്റ വാക്കാണ് അതിനെ അവർ ഉപയോഗിക്കുന്നത്, മാസ്റ്റർ പ്ലാൻ. ഓക്കെ, മാസ്റ്റർ പ്ലാൻ 3000 പേര് ചേർന്നാണോ ഉണ്ടാക്കുന്നത്? ഈ 3000 പേരെ സെലക്ട് ചെയ്ത മാനദണ്ഡം എന്താണ്? ശബരിമല ഭക്തരാണ്, അയ്യപ്പ ഭക്തന്മാരാണ് എന്നതാണ് മാനദണ്ഡമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് ഈ 3000 പേരെ ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഇവർ തിരഞ്ഞെടുത്തത്? ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ലേ? ഇവർ പല ഫെസിലിറ്റികളും കൊടുക്കുന്നുണ്ട്. അവരുടെ അക്കോമഡേഷൻ, മറ്റ് സംവിധാനങ്ങൾ, പല കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്റ്റാർ ഫെസിലിറ്റീസ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ കൊടുക്കുന്നെങ്കിൽ അതിനുള്ള പണം എവിടുന്നാണ്? ഉടനെ അവർ പറയുന്നത് സ്പോൺസർഷിപ്പാണ്. ആരാണ് സ്പോൺസർ?
ഈ ചോദ്യം ചോദിക്കുന്നതിന് വളരെ കൃത്യമായൊരു കാരണമുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്തും നമ്മൾ കണ്ടു കേരളീയം എന്ന പേരിൽ, അറിയാമല്ലോ, തലസ്ഥാന നഗരിയിൽ പല വീടുകളിലും വെള്ളം കയറി കാറ്റും മഴയും കൊണ്ട് ആളുകൾ കടൽ കയറി അടക്കം വിഷമിക്കുന്ന സന്ദർഭത്തിൽ പാവപ്പെട്ട ആളുകളുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ അവർക്ക് ഒരു കിടക്കാടമില്ലാതെ വിഷമിക്കുമ്പോൾ അവിടെ പോയി സഹാനുഭൂതിയോടെ അവർക്കൊരു കൈത്താങ്ങ് നൽകേണ്ട ഒരു സർക്കാർ കേരളീയം ആഘോഷിച്ചു. അന്ന് നടത്തിയിട്ടുള്ളതും ഇവർ പറഞ്ഞ ഒരേ സ്വഭാവമാണ്, സ്പോൺസർഷിപ്പാണ്. എത്ര വന്നു ആർക്കും അറിയില്ല, ആരാണ് വിനിയോഗിച്ചത് ചോദ്യത്തിന് മറുപടി പറയാൻ ആളില്ല, എങ്ങോട്ട് പോയി ഈ പണം, എന്താണ് ഇതുകൊണ്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള നമ്മുടെ റിസൾട്ട്, ഇതിനൊന്നും ഇവർക്ക് ഉത്തരമില്ല. ഇപ്പോൾ ഇന്ന് കോടതി ചോദിക്കുന്നത് സമാന സംഭവത്തിലെ ചോദ്യമാണ്. ആരാണ് സ്പോൺസർ, ഈ പണം എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് 3000 പേരെ സെലക്ട് ചെയ്തത്, അവരുടെ ഡ്യൂട്ടി എന്താണ്, അവരെ സെലക്ട് ചെയ്യുന്നതിന് നിങ്ങൾ എടുത്തിട്ടുള്ള പ്രോസസ്സ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഉത്തരവാദിത്വമാണ്. ആർക്കാണ് നിർബന്ധം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട്? ഞാൻ പ്രധാനമായും ഒരു ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവർ പറയുന്ന ആഗോള തലത്തിൽ അയ്യപ്പ ഭക്തർ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നതിന് വേണ്ടിയുള്ള വൻ പ്രചാരവേലയും മറ്റ് വികസന പ്രവർത്തനങ്ങളും ഇതാണല്ലോ പറയുന്നത്. വരുമ്പോൾ അവർ എതിർത്ത് കൊടുക്കണം. നമുക്കറിയാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് പ്രതിനിധിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോഴാണ് വെർച്വൽ ക്യൂ സിസ്റ്റം കൊണ്ടുവന്നത്. ഈ അജയ് തറയിൽ അന്ന് ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ അന്നിരുന്ന ബോർഡ് മെമ്പർമാരെല്ലാവരും കൂടി ആലോചിച്ചു. വളരെ കൃത്യമായി നമുക്ക് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ വെർച്വൽ ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നു, ക്യൂ കോംപ്ലക്സിൻ്റെ നിർമ്മാണങ്ങൾ നടത്തുന്നു. ശബരിമലയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആ സമയം നടന്നത്. ആർക്കും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടന്നു. അത് തുടർന്ന് വരുന്ന ഭരണസമിതികൾ അങ്ങനൊരു കാര്യം ചെയ്താൽ നമ്മളാരും അതിനെ എതിർക്കാൻ പോവില്ല. അതിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് നമ്മളാരും രാഷ്ട്രീയം വെച്ച് വിമർശിക്കില്ല. അത് നടക്കണം. വികസന പ്രവർത്തനങ്ങൾ നല്ലതാണ്. ആ കാര്യം പക്ഷേ അതിന്റെ ഉദ്ദേശശുദ്ധിയാണ് സംശയം. ജനൻ ഡിബേറ്റ് തുടരുകയാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്ക് തന്നെയാണ് പോകുന്നത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അങ്ങ് രാഷ്ട്രീയ വടംവലിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ്. ആ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ഇത്തരത്തിൽ ഈ പിണറായി സർക്കാർ സെറ്റ് ചെയ്തത് എന്നുള്ള വിമർശനം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് ചോദിച്ച ഒരു കാര്യം, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലം, അവിടെ നിന്ന് ഈ 3000 പ്രതിനിധികളെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്ന വലിയ ചോദ്യം ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനൊരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ആരാണ് സ്പോൺസർമാർ എന്ന് ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായും വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് LDF സർക്കാർ ഇത്തരത്തിൽ ഒരു പരിപാടിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന സംശയം കോടതിക്ക് തന്നെ ബോധ്യപ്പെടുകയല്ലേ ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം? ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ബ്രേക്കിന് പോയി. നമ്മൾ കാണേണ്ടത് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു, മനഃപൂർവ്വം പോയതല്ല, ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു, ഒരു സാങ്കേതിക തകരാർ നമുക്കൊന്ന് പരിഹരിക്കണമായിരുന്നു, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, എനിക്കതിൽ തർക്കമില്ല. എനിക്കതിൽ തർക്കമില്ല. നമ്മൾ തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് 80,000 പേരാണ് വെർച്വൽ ക്യൂ സിസ്റ്റം വഴി അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടായത്. ഡയറക്റ്റായി ഭക്തന്മാർ പല വഴിയിൽ കയറി വരും. അവർക്ക് ദർശനത്തിനുള്ള സൗകര്യമില്ല. ഇവരെന്താ ചെയ്തത്? 80,000-ൻ്റെ കൂട്ടത്തിൽ 20,000 പേര് കൂടി കയറിക്കോട്ടെ, നേരിട്ട് വരുന്നവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ കൊടുക്കുകയല്ലല്ലോ ചെയ്തത്. ഇവർ ചെയ്തത് 80,000 എന്ന് പറയുന്ന ആളുകൾ വന്നാൽ അവിടെ സമയം ക്രമീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഓൺലൈനിൽ 80,000 രജിസ്ട്രേഷൻ പറഞ്ഞത് കുറച്ച്, ആ കുറവ് വന്നിട്ടുള്ള 10,000 പേർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ 1,00,000 പോലെ പോലും പ്രതിദിനം തൊഴുത് വിടാനുള്ള സമയക്രമം ഇല്ലാത്ത ശബരിമലയിൽ ആഗോള സംഗമം നടത്തി ലോകത്തെ വലിയ പ്രശസ്തി ഉണ്ടാക്കി ലക്ഷോപലക്ഷം ആളുകളെ കൊണ്ടുവരാനെന്ന് പറയുന്നതും ഈ സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഇതൊക്കെ ചുമ്മാ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്കറിയാം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചേ അടങ്ങൂ, ഞങ്ങൾ ഈ കോടതി വിധി അങ്ങ് നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കുന്നു. 50 കോടി രൂപ അതിനു വേണ്ടി നീക്കിവെക്കുന്നു. അതിനുശേഷം എന്തെല്ലാം കോലാഹലങ്ങൾ നടത്തി. പാതിരാവിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേഷം മാറിച്ച് വിടുന്നു, സ്ത്രീകളെ പുരുഷ വേഷം കെട്ടിവിടുന്നു, എന്തെല്ലാം കാര്യങ്ങളുണ്ടായി. ഇനി ആചാരം അല്ല, കോടതി വിധിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ഇപ്പോഴും കോടതി വിധി നിലനിൽക്കുകയാണ്. കോടതി വിധി ആരും സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നവോത്ഥാന സദസ്സും 50 കോടിയും മുടക്കി
പോരാട്ടം നടത്തി ശബരിമലയെ ഒരു കലാപഭൂമിയാക്കി മാറ്റിയ സർക്കാർ അന്ന് കോടതി വിധി കൊണ്ടാണ് ഞങ്ങളത് ചെയ്തത് എന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ആ കോടതി വിധി ബാധകമാണ്. സ്ത്രീകളെ നിങ്ങൾ കേട്ട്, നിങ്ങൾ അന്ന് ഉയർത്തിയ മുദ്രാവാക്യം കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി നവോത്ഥാന സമിതി ഉണ്ടാക്കി ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നടപടികൾ ശരിയാണ്, അത് കോടതിക്ക് വിധേയമായി ഞങ്ങൾ ചെയ്തതാണ് എന്നാ പറയുന്നെങ്കിൽ കോടതിയിൽ ഇന്നും ആ സ്റ്റേ ഇല്ലാതെ ഉത്തരവ് നിൽക്കുകയാണ്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ടിട്ടെ ആചാരം ലംഘിക്കാൻ സ്ത്രീകളെ കേട്ടുമോ? ഇവർ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നാൽ അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുമോ? നിങ്ങൾ വെർച്വൽ ക്യൂ സിസ്റ്റത്തിൽ കൊടുക്കില്ലല്ലോ ഈ ഗവൺമെൻറ് കൊടുക്കില്ല. അപ്പോൾ ഇവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണ്. ഇപ്പോൾ അവരിറങ്ങിയത് എന്താ? ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തിരച്ചടിക്ക് ശേഷം ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടെടുത്ത കാര്യങ്ങൾ തെറ്റാണ്, CPM-ന് തെറ്റുപറ്റി, ഗവൺമെൻറ് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വീടാന്തരം കയറി മാപ്പ് പറഞ്ഞ പാർട്ടിയാണ് CPM. ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടുണ്ടോ? ഇപ്പോഴും ആ നവോത്ഥാന സമിതിയുമായിട്ട് നടന്ന ഒരാൾക്ക് പട്ടുമളയും കൊടുത്തു, മറ്റൊരാൾക്കൊരു ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രി ഉപയോഗിച്ച കാറും കൊടുത്തു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ജനോപകാരപ്രദമായ ഗുണകരമായ ഭക്തർക്ക് സന്തോഷം പകരുന്ന ഒരു തീരുമാനം ഉണ്ടായോ? 50 കോടി വെള്ളത്തിൽ വരച്ച വര പോലെ കളയുകയല്ലേ ചെയ്തത്? ഈ പാവപ്പെട്ടവൻ അടയ്ക്കുന്ന നികുതിപ്പണമല്ലേ അത്? അല്ലേ? അപ്പം ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിപ്ലവമെന്ന് സൂചിപ്പിച്ച് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുന്നു, എന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നു, മാപ്പ് പറയുന്നു, ആ പണം വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറുന്നു. ഒരു വശത്ത് അന്ന്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരത്തില്ല എന്ന് വളരെ നല്ല ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിലായി ഇന്റലിജൻസ് സംവിധാനം ഇരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അറിയാം ഈ ഗവൺമെൻറ് ഒരു കാരണവശാലും വരത്തില്ല. ഇനി വരണമെന്ന് LDF-ഉം CPM-ഉം എല്ലാവരും കൂടി തീരുമാനിച്ച് ഇനി തെറ്റിദ്ധരിച്ച പരസ്യത്തിൽ ഇവരുടെ ഈ നാടകങ്ങളൊക്കെ വിശ്വസിച്ച് കുറച്ച് ജനം കൂടി അങ്ങോട്ട് വോട്ട് ചെയ്യാന്ന് വെച്ചാൽ CPM-കാരൻ വോട്ട് ചെയ്യത്തില്ലല്ലോ ഈ ഗവൺമെന്റിന്. CPM-കാരൻ ചെയ്യില്ല എന്ന്. കാരണം പ്രത്യയശാസ്ത്ര പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പണസമാഹരണത്തിനുള്ള ഒരു വേദിയാക്കി ശബരിമലയെ ഉപയോഗപ്പെടുത്താനാണ് LDF സർക്കാരിന്റെ ശ്രമം. ഇപ്പോൾ BJP പ്രതിനിധി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഈ അയ്യപ്പ ഭക്ത സംഗമത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ച ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി ഹൈന്ദവ സംഘടനകളും ഭക്തരും വളരെ കൃത്യമായ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. ഇത് എന്തിനാണ് എന്നുള്ളത്. ഒരു തരത്തിലും അയ്യപ്പ ഭക്തരോട് ഒരു തരത്തിലും കനിവ് കാണിക്കാത്ത ഒരു സർക്കാരാണ്. നമുക്കറിയാം, ആചാര സംരക്ഷണത്തിൻ്റെ സമയത്തൊക്കെ എടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഇപ്പോഴും പെൻഡിംഗ് ആണ്. അത് അതേപടി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ കോടതി വളരെ കൃത്യമായ ചില ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിനോട് ആര് പറഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്? സ്പോൺസർമാർ ആരാണ്? എങ്ങനെയാണ് ഈ ക്ഷണിതാക്കളെ കണ്ടെത്തുന്നത്? അങ്ങനെ ഈ ഭക്തസംഗമവുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹം പൊതുവെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് BJP ഈ സാഹചര്യത്തെ കാണുന്നത്? ഇത് അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത് അയ്യപ്പനും ശബരിമലയ്ക്കും ഹിന്ദു വിശ്വാസികൾക്കും അപമാനമാണ്. അങ്ങനൊരു സംഗമമല്ല ഇത് ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ പറഞ്ഞതുപോലെ ഇതൊരു വ്യാവസായിക സംഗമമാണ്. എനിക്ക് ഏറ്റവും രസകരമായ കാര്യം, ശബരിമല ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ നേരിൽ കാണാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് കല്ലും മുള്ളും കാലിക്കുമെത്തേ എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഒരു വിശ്രമവും എടുക്കാതെ, അഥവാ വിശ്രമം എടുക്കുകയാണെങ്കിൽ തന്നെ അത് മലയിൽ ഇരുന്നും കിടന്നും ഒക്കെ വിശ്രമിച്ച് അങ്ങനെ വിരിവെച്ച് ശബരിമലയിലെത്തി 18-ാം പടി 18-ാം പടി കയറി ഭഗവാനെ കാണുക എന്ന് പറയുന്നതാണ് സായുജ്യം. ഇപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോണേ? ദേവസ്വം ബോർഡും സർക്കാരും പമ്പയിൽ നടത്തുന്ന ഈ സംഗമമുണ്ടല്ലോ, ആ സംഗമത്തിന് പണിക്കർ ട്രാവൽസ്, രമ്യ ട്രാവൽസ്, KSRTC ബസ്, ഇതൊക്കെ അതുമാതിരി വിമാന ടിക്കറ്റ് ഇതൊക്കെ കൊടുത്ത് നിക്ഷേപകരെ കൊണ്ടുവരിക. ഇതൊരു ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള നിക്ഷേപ സംഗമമാണ്. എന്നിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ താമസിക്കുന്ന എവിടെയാണ്? ഈ സംഗമത്തിനെത്തുന്ന ഇവർ പറയുന്ന അയ്യപ്പന്മാർ താമസിക്കുന്നത് റിസോർട്ടുകളിലാണ് വിരിവെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുമരകത്ത്, അതുപോലെ തന്നെ ആ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ഇവരിപ്പോൾ തന്നെ റിസോർട്ടുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു.
ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാർ സാധാരണ പമ്പയിലും സന്നിധാനത്തിലുമാണ് വിരിവെക്കാറ്. എന്നാൽ സർക്കാരിൻ്റെ ഈ സംഗമത്തിലെ എത്തിക്ക് വരുന്നവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് അവർക്ക് കുമരകത്ത് റിസോർട്ടുകൾ, എരുമേലി, മുണ്ടക്കയം, ആങ്ങാമൊഴി എന്നിവിടങ്ങളിലെല്ലാം ഹോം സ്റ്റേകൾ, തിരുവനന്തപുരത്ത്, എറണാകുളത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് അയ്യപ്പ സംഗമമാണോ വ്യാവസായിക നിക്ഷേപ സംഗമമാണോ? ശരണം വിളിക്കാൻ അറിയുന്നവരാണോ ഇവർ? എനിക്ക് ഏറ്റവും അടിത്തട്ടിൽ പറയാനുള്ള ശരണം വിളിക്കുന്നവരെയെങ്കിലും പങ്കെടുപ്പിക്കണ്ടേ? അതല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഹൈക്കോടതിയുടെ ചോദ്യം വളരെ വ്യക്തമാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? ഈ ലക്ഷ്യം പണം ഉണ്ടാക്കുക, പണം അടിച്ചു മാറ്റുക. അതായത് ശബരിമലയുടെ പേരിൽ, ശബരിമല അയ്യപ്പൻ്റെ മറവിൽ പിണറായി സർക്കാരിന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കോടികൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 മെയ് ജൂണിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും അതുപോലെ ഈ നവംബറിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും, ഈ 2 തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതുപോലെ സർക്കാരിന് ഈ നാട്ടിലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഫണ്ടുണ്ടാക്കാനുള്ള ഒരു ശ്രമം തന്നെ. അതുകൊണ്ടാണ് ഹൈക്കോടതി വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം. ഇവർക്ക് ഫണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനായിരുന്നു പദ്ധതിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേന്ദ്രം നൽകിയിട്ടുള്ള സ്വദേശ് ദർശൻ പദ്ധതി, അതിൽ കേന്ദ്രം അനുവദിച്ച 53 കോടി രൂപ ഇവർ നഷ്ടപ്പെടുത്തിയല്ലോ? അതെന്തിനാണ്? കാരണം കേന്ദ്രം വളരെ കൃത്യമായിട്ട് ശബരിമല വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ സ്വദേശ് ദർശൻ പദ്ധതിയിൽ അനുവദിച്ച പണം എന്തുകൊണ്ട് അവർ നഷ്ടപ്പെടുത്തി? ഒരു ചോദ്യമല്ലേ? ശബരിമല മാസ്റ്റർ പ്ലാൻ ഈ മാസ്റ്റർ പ്ലാൻ കേന്ദ്രത്തിന് കൊടുക്കാൻ ഇവർ താമസിച്ചു. ഇവരത് കൊടുത്തില്ല. 2016 കേന്ദ്രം 100 കോടി രൂപ ഈ ശബരിമലയുടെ മാസ്റ്റർ പ്ലാന് വേണ്ടി 2016 100 കോടി രൂപ അനുവദിച്ചിരുന്നതാണ്. ദേവസ്വം ബോർഡിൻ്റെ വീഴ്ച കൊണ്ട്, സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് പദ്ധതി പോലും ഇവർ സമർപ്പിച്ചില്ല. അപ്പോൾ അവർ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വേണ്ടിയിട്ടാണോ ഈ വേഷം കെട്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ പേരും പറഞ്ഞ് നടത്തുന്ന ഈ സംഗമം എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? 100 കോടിയിൽ 48 കോടി രൂപ ലാപ്സായി പോയില്ലേ? അങ്ങനെയല്ലേ ആ കണക്ക്? 100 കോടി രൂപ 2016 കേന്ദ്ര സർക്കാർ സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം അനുവദിക്കുന്നു. 48 കോടിയും പാഴാക്കി. അതെ 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 അതെ, പാഴാക്കി. അപ്പോൾ ഇത് ശബരിമല വികസനത്തിന് വേണ്ടിയാണ് കോടിയാക്കി. ഈ 100 കോടിയിൽ തന്നെ അല്ലെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ 2016 അവതരിപ്പിച്ച 2016 ഇതേ സർക്കാരാണല്ലോ. ഈ സർക്കാർ 2016 100 കോടി കേന്ദ്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേന്ദ്രം കൊടുത്ത 100 കോടി മേടിച്ച് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണ്ടേ? ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയില്ല എന്ന് മാത്രമല്ല, പദ്ധതി പോലും കൊടുത്തില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി സമർപ്പിക്കാൻ പോലും തയ്യാറായില്ല. അതിനുശേഷം അത് ലാപ്സ് ആവുന്നത്. അതിൻ്റെ സംസ്ഥാന ടൂറിസം വകുപ്പ് നോഡൽ ഏജൻസി ആയിട്ടുള്ള ദേവസ്വം ബോർഡ് വഴിയാണ് സ്വദേശ ദർശൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേവസ്വം ഭൂമിയും വനഭൂമിയും തമ്മിലുള്ള അതിർത്തി തർക്കം കാരണം ഇതിൻ്റെ പദ്ധതി തയ്യാറാക്കിയില്ല, പ്ലാൻ തയ്യാറാക്കിയില്ല എന്നാണ് ഇവന്മാർ പറയുന്നത്. DPR കൊടുത്തിട്ടില്ല. അങ്ങനെ വാസ്തവത്തിൽ ഇതിനൊന്നും യാതൊരു താല്പര്യവും കാണിച്ചില്ല. പാർക്കിംഗ് ഗ്രൗണ്ടിന്, ഗണപതി കോവിലേക്കുള്ള സുരക്ഷാപാലം, അതിന് 32 കോടി രൂപ, സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാൻ തീർത്ഥാടകരെ തിരിച്ചുവിടാൻ മാളികപ്പുറത്തു നിന്ന് ചന്ദ്രനാൻ റോഡിലേക്കുള്ള പാലം പണിയുന്നതിന് 40 കോടി രൂപ, ശബരിമലയുടെ പ്രസാദ മണ്ഡപം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ളതും നിശ്ചയിച്ചതും ഒക്കെ ഒരു പദ്ധതിയായിട്ട് അതിൻ്റെ DPR എത്ര കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി? കേന്ദ്രം അനുവദിക്കുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം അനുവദിച്ച വിഹിതം പോലും ചെലവാക്കാൻ ഒരു പദ്ധതി പോലും കൊടുക്കാത്ത ആളുകളാണ് ഇപ്പോൾ സംഗമമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നല്ല രസമല്ലേ കാര്യങ്ങൾ? എനിക്ക് രസകരമായ ഒരു കാര്യം, ഈ സംഗമത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഇതൊരു പ്രായശ്ചിത്തമായിട്ട് കണക്കാക്കാമോ എന്ന പിണറായി വിജയൻ ഉത്തരം പറയണം. ഇത് ഞങ്ങൾ ചെയ്യുന്ന, കാരണം പിണറായി വിജയൻ
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ജ്യോത്സ്യനെ കാണാൻ പോയിരുന്നു എന്നുള്ളത് വേറൊരു ജ്യോത്സ്യൻ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു അത്രേ, ശബരിമല അയ്യപ്പൻ്റെ വലിയ തോതിലുള്ള ശബരിമലയിൽ നിന്നുള്ള ദോഷമുണ്ട്. കാരണം ആ ദിവസത്തിന് ഈ ബിന്ദു അമ്മണിയൊക്കെ കയറ്റിയതിന് പിറ്റേ ദിവസം തൊട്ട് ഈ ചങ്ങാതിക്ക് കട്ടകാലം ആരംഭിച്ചതല്ലേ, ഓരോ സ്ഥലത്തും പെടയല്ലേ. അപ്പോൾ ഇയാൾ പോയി നോക്കിയപ്പോൾ പറഞ്ഞു അത്രേ, അതിനൊരു പ്രായശ്ചിത്തം നടത്തണം. അപ്പോൾ ആ പ്രായശ്ചിത്തമാണ്. പക്ഷേ ഇവിടെ പ്രായശ്ചിത്തമല്ല, ഇവിടെ പണം ഉണ്ടാക്കാനുള്ള പരിപാടി, അത് വെച്ച് പണം ഉണ്ടാക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏറ്റവും രസകരമായ കാര്യം, സനാതനധർമ്മത്തെ അവഹേളിക്കുകയും, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് വൈറസാണെന്നും ആ വൈറസ് എന്ന് പറയുന്നത് കൊറോണ വൈറസിനേക്കാൾ മാരകമാണെന്നും ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞവരാണ് സ്റ്റാലിൻ്റെ മകൻ. ആ മകൻ്റെ അച്ഛനെ, സ്റ്റാലിനെ, നിരീശ്വരവാദിയായ DMK-യുടെ നേതാവ്, മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കൊണ്ടുവന്നത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, നിരീശ്വരവാദി ഈ വിശ്വാസി സംഗമത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിനാ? അത് കൊണ്ടുവരുന്നതിനെന്നറിയോ? തമിഴ്നാട്ടിലെ ആൾക്കാരെ കൊണ്ടുവരാനാ. തമിഴ്നാട്ടിലെ വ്യവസായികളെ, ഭക്തന്മാരുടെ പേര് പറഞ്ഞ് തമിഴ്നാട്ടിലെ അവിടെ പിന്നെ ഭക്തന്മാരൊക്കെ വ്യവസായികളൊക്കെ ഭക്തന്മാരാ. ആ സ്റ്റാലിൻ വരുന്നതോടുകൂടി അവിടുന്ന് വലിയ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ആ ഏർപ്പാടാണ്, അതിനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാന്യ ചന്ദ്രശേഖർജി, അദ്ദേഹം പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹം പറഞ്ഞു, സ്റ്റാലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ തടയും. ആദ്യമായിട്ട് ഈ കേരളത്തിൽ പ്രതിപക്ഷ നേതാവും ഉണ്ടാതിരുന്നപ്പോൾ, കോൺഗ്രസും ഉണ്ടാതിരുന്നപ്പോൾ, ഒരക്ഷരം പോലും ഉരിയാടാതിരുന്നപ്പോൾ, ഈ തോന്നിവാസം കാണിക്കുന്നതിനെതിരെ മിണ്ടാതിരുന്നപ്പോൾ, ശബ്ദിക്കാതിരുന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു, സ്റ്റാലിനെ കൊണ്ടുവന്നാൽ ഞങ്ങൾ തടയും. വിശ്വാസി സംഗമത്തിൽ അവിശ്വാസി എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുക? ഇപ്പം ബിന്ദു അമ്മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വാസ്തവത്തിൽ രസകരമാണ്. ബിന്ദു അമ്മണി എന്താ പറഞ്ഞത്? എന്നെ തടഞ്ഞു. എന്താ കാരണം? ഞാൻ ഈ ആചാരം ലംഘിച്ചു, മല കയറി. പക്ഷേ ആചാരം ലംഘിച്ച് മല കയറ്റാൻ വേണ്ടി എന്നെ കയറ്റിവിട്ട് എനിക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി എന്നെ കയറ്റിവിട്ട ആചാരത്തിൽ വിശ്വാസമില്ലാത്ത ഒരു അവിശ്വാസിയാണല്ലോ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾക്കത് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ എനിക്ക് ഇതിൽ പങ്കെടുക്കാമെന്നാണ് ബിന്ദു അമ്മണി പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, ബിന്ദു അമ്മണി പറഞ്ഞത് എത്ര കറക്റ്റാ. ഈ പിണറായി വിജയന് എന്ത് ധാർമ്മികതയുണ്ട് വിശ്വാസി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ? പിണറായി വിജയൻ സ്റ്റാലിനെ വിളിച്ചു വരുത്തി. സ്റ്റാലിൻ നമ്മൾ തടയുമെന്ന് പറഞ്ഞു, സ്റ്റാലിൻ പോയി. ഇപ്പം മുഖ്യമന്ത്രി എന്ന നിലയിൽ വിശ്വാസി സംഗമം എന്തിനാണ്? അവർ പറയട്ടെ, പരസ്യമായി പറഞ്ഞോട്ടെ, ഇത് ശബരിമലയുടെ ഒരു നിക്ഷേപ സംഗമമാണ്, വ്യവസായികളെയാണ് ഞങ്ങൾ വിളിക്കുന്നത്, നമുക്ക് വിരോധമില്ല, വ്യവസായികളെ വിളിച്ചോട്ടെ. അത് എവിടേക്കാണ് വിളിക്കുന്നത്? പമ്പയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാത്രേ. ഗണപതി ഹോമത്തോടു കൂടിയാണ് തുടങ്ങണേ. ഗണപതി ഹോമം നിരോധിച്ചവരെ ഇവര് പാലക്കാട് സമ്മേളനത്തിൽ, സമ്മേളനത്തില് ഇവന്മാരുടെ സമ്മേളനം ഉണ്ടല്ലോ, ആ പ്ലീനത്തിൽ, അല്ല അത് രണ്ടാമത്. ആദ്യം പാലക്കാട് സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ വെച്ച് ഗണപതി ഹോമം നടത്താൻ പാടില്ല, ഗണപതി ഹോമം നടത്താൻ പാടില്ല. എന്നിട്ട് ഈ നേതാക്കന്മാർ ഈ പ്ലീനം കഴിഞ്ഞപ്പോൾ, എനിക്ക് എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, അയാൾ വലിയൊരു CPM നേതാവാണ്. അയാളുടെ വീടിൻ്റെ പാലുകാച്ചലാണ്. ഗണപതി ഹോമം നടത്താനും വയ്യ, CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പം എന്താ ചെയ്തത്? ഇരുട്ടത്തിരുന്ന് ഗണപതി ഹോമം നടത്തുക. ഇങ്ങനെ ഇവരുടെ സ്വന്തം അനുയായികൾ, വിശ്വാസികളായ അനുയായികളെ ഗണപതി ഹോമം നടത്തരുതെന്ന് പറഞ്ഞവർ, അതിനുശേഷം സ്പീക്കറും ബാക്കിയുള്ളവന്മാരും പോയിരുന്ന് ഗണപതി ഒരു മിത്താണെന്ന് പറഞ്ഞ് ഗണപതിയെ അവഹേളിച്ചവർ, ഗണപതിയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധം, ഇത് വെറും മിത്താണ്, വിവരമുണ്ടോ? ഈ എലിയുടെ പുറത്ത്, ഈ ഗുണ്ടൻ ഈ എലിയുടെ പുറത്തല്ലേ യാത്ര ചെയ്യണം എന്നൊക്കെ ചോദിച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറിനോടാണ്. ശ്രീ ഹസ്കർ, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചതാണല്ലോ നമ്മൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് ആധാരമാകുന്നത്. സർക്കാരിൻ്റെ റോൾ എന്താണ് ഇക്കാര്യത്തിൽ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഒപ്പം അയ്യപ്പൻ്റെ പേരിൽ പണം പിരിക്കാൻ സാധിക്കുമോ? അങ്ങനെ പൊതുസമൂഹം സംശയിക്കുന്ന, ഭക്തർ സംശയിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. പക്ഷേ അതിന് വളരെ കൃത്യമായൊരു മറുപടി സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നുമില്ല. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ സംശയം ഹൈക്കോടതി കൂടി ശരിവെച്ച ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഭക്തസംഗമവുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ? കേരളത്തിലെ പ്രതിപക്ഷവും BJP-യും വല്ലാത്ത ആശങ്കാകുലരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു വിഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ഇടവന്നിട്ടുള്ളത്.
ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല. സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള വിശ്വാസികളും അവിശ്വാസികളുമുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് ആ വിവിധ മതവിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും പരമപ്രധാനമായ തീർത്ഥാടന കേന്ദ്രം എന്ന് കരുതുന്ന ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിലൂടെ ശബരിമലയ്ക്കും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും വലിയ തോതിൽ വളർച്ചയുണ്ടാകും എന്നു കണ്ട് അങ്കലാപ്പിലായിരിക്കുന്ന ആളുകളുടെ പ്രതികരണമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അത് ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ നിലപാടുകളിലേക്ക് എത്തുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഇതിലെ തുക കണ്ടെത്തുക എന്നുള്ളത്. അതിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ വിവിധ മേഖലകളിൽ നിന്ന് സ്പോൺസർഷിപ്പിലൂടെയും വിവിധ കോർപ്പറേറ്റുകളുടെ CSR ഫണ്ട് ഉപയോഗിച്ചുമാണ് ഇപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. സംസ്ഥാന ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുവഴി സംസ്ഥാന സർക്കാരിലേക്കും ദേവസ്വം ബോർഡിലേക്കും ശബരിമലയിലേക്കും വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്ന ഭയപ്പാടും നിലവിലുള്ള അസൗകര്യങ്ങൾ ശബരിമലയുടേതായിട്ട് വന്നിട്ടുള്ള അസൗകര്യങ്ങൾ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ചർച്ചകളുമാണ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 20 മുതൽ. ഇതിന് നേരത്തെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീ പ്രവേശനത്തിന് അനുമതി ലഭിച്ചതുകൊണ്ട് അവിടെ നടന്ന ഏതെങ്കിലും കോലാഹലങ്ങളെ ഇതിനുമായി ചേർത്ത് വായിക്കേണ്ടതില്ല. ഇപ്പോ ശ്രീ ഗോപാലകൃഷ്ണനൊക്കെ വളരെ സട്ടാരിക്കലായിട്ട് ജ്യോത്സ്യരുടെ കഥകളൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറം ഞാൻ ഒന്ന് ഇടപെടുന്നത് കൊണ്ട് ക്ഷമിക്കണം. അവിടെ നടന്ന കോലാഹലങ്ങളെ ഇതുമായി ചേർത്ത് വായിക്കേണ്ട എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ അവിടെ ആചാര സംരക്ഷണമല്ലേ ആദ്യം അവിടെ നടപ്പാക്കേണ്ടത്? ആചാരവും ശബരിമലയെ സംബന്ധിച്ച് ആദ്യം ഉണ്ടാകേണ്ടത് അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പോഴാണ് അവിടെ ഭക്തർ എത്തുന്നത്. അവിടെയാണ് വികസനം വേണ്ടത്. അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ട സംഗതി എന്താണ്? ഭക്തർക്കൊപ്പം നിൽക്കുക, ആചാരങ്ങൾക്കൊപ്പം നിൽക്കുക. പക്ഷേ ഈ ആചാരങ്ങൾക്കൊപ്പമാണോ LDF സർക്കാർ, പിണറായി സർക്കാർ നിലകൊള്ളുന്നത് ഇപ്പോൾ? നിശ്ചയമായും വിശ്വാസ സമൂഹത്തോടൊപ്പം തന്നെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആചാരം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മലയരയന്മാർ, ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. മലയരയന്മാർ ഉപയോഗിച്ചു വന്നിരുന്ന അവർക്ക് അവകാശപ്പെട്ട എത്ര ആചാരങ്ങളാണ് അവിടെ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ആചാരങ്ങൾ കാലാനുസൃതമായി മാറ്റമുണ്ടാകും. ഒരു 400 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആചാരമല്ല ശബരിമലയിൽ ഇപ്പോഴുള്ളത്. 400 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഭക്തജന തിരക്കല്ല ഇപ്പോൾ ഉള്ളത്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് ആചാരങ്ങളിലും മാറ്റമുണ്ട്. നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിലെ തുല്യാവകാശത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞ ഒരു വിധി, ആ വിധിയെ സംബന്ധിച്ചിട്ട് ആ വിധി നടപ്പിലാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ് നിങ്ങൾ ആചാര ലംഘനം എന്ന് പറയുന്നതെങ്കിൽ അത് സംബന്ധിച്ച് സുപ്രീം കോടതിയാണ് പരമപ്രധാനമായി തീരുമാനമെടുക്കുക. ഇപ്പോൾ ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ നിലപാട് പറയുന്നതിന് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ നിങ്ങൾ കരുതിയിരിക്കുന്ന വിശ്വാസ സമൂഹം സംഘപരിവാറിനൊപ്പമാണെന്ന് കരുതിയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു, അടിയറവ് പറയേണ്ടി വരുന്നു എന്നിടത്താണ് നിങ്ങൾ ഈ ആശങ്കാകുലരാകുന്നത്, നിങ്ങൾ അസ്വസ്ഥചിത്തരാകുന്നത്. നിങ്ങൾ ഇപ്പോൾ ധൈര്യപൂർവ്വം ഇക്കാര്യങ്ങൾ പറയുന്നത് SNDP യോഗത്തിന്റെയും NSSന്റെയും ഒക്കെ ഒരു നിലപാട്, ഒരു പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇതൊരു പ്രായച്ചിത്തമായി കരുതാം സർക്കാരിന്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ ആചാര സംരക്ഷണത്തിനായി നിലകൊണ്ട ഒരുപാട് ഭക്തരുണ്ട്. ആയിരക്കണക്കിന് ഭക്തർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങളെ അടിച്ചോടിക്കുന്ന സാഹചര്യമുണ്ടായി. അമ്മമാരായ ഭക്തരെ അവരെ കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ എത്ര വലിയ അതിക്രമമാണ് ആ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത്. ആ കേസുകളൊക്കെ ഇപ്പോഴും പെൻഡിംഗ് ആണ്. ആയിരക്കണക്കിന് കേസുകൾ ഇപ്പോഴുണ്ട്. ഈ ഭക്തർ, ഈ ആചാര സംരക്ഷണത്തിനായി നിലകൊണ്ടവർ കോടതികൾ തോറും പോലീസ് സ്റ്റേഷനുകൾ തോറും കയറിയിറങ്ങുന്ന സ്ഥിതിയാണ്. അപ്പോൾ ആദ്യം പ്രശ്നം പരിഹരിക്കേണ്ടത് അവിടെയല്ലേ? ഭക്തരുടെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുറിപ്പെടുത്തുകയല്ലേ ആദ്യം വേണ്ടത്? ഈ ശബരിമലയോടൊക്കെ സ്നേഹമുണ്ടെന്ന് പറയുന്ന സർക്കാർ. നിലിമ, വൈകാരികമായി ഒരു ശബരിമല സമരത്തെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൽ എടുക്കപ്പെട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ
വൈകാരികമായിട്ട് അതിനെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി സംഘപരിവാർ നടത്തുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നീലിമയുടെ വായിൽ നിന്നും വന്നിട്ടുള്ളത്. അല്ല, പ്രക്ഷോഭകാലത്ത് ഹസ്കർ, അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾ മതേതര സർക്കാരിന്റെ മുഖംമൂടി അണിഞ്ഞാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ CAA പ്രക്ഷോഭകാലത്ത് ഒട്ടേറെ കേസുകൾ എടുത്തല്ലോ. ആ കേസുകളൊക്കെ നിരുപാധികം ആ കേസുകൾ പിൻവലിക്കുകയും ആ ഒരു പ്രത്യേക സമൂഹത്തിന് എല്ലാ ആശ്വാസവും പകർന്നു തരാൻ ഒരു എത്ര കരുതലായിരുന്നു പിണറായി സർക്കാരിനുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, ഇപ്പോഴും ഈ കേസുമായി കയറിയിറങ്ങുന്ന എത്രയോ ഭക്തരുണ്ട്. അവരുടെ വികാരം തന്നെയാണ് ശ്രീ ഹസ്കർ. ഒന്ന്, നീലിമ, ഇതില് ഇപ്പോ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള മുഴുവൻ കേസുകളും പിൻവലിക്കാമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. CAA കേസിലും അതുപോലെ തന്നെയാണ്. അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറയുന്നത് നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ എഴുതി തള്ളാം എന്ന് പിണറായി സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ഇപ്പോഴും എഴുതി തള്ളാം എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമാണ് അവിടെ നിലകൊള്ളുന്നത്. പക്ഷേ CAA പ്രക്ഷോഭകാലത്ത് നടന്നത് ആ കേസുകൾ ഇപ്പോൾ എവിടെയാണ്? അവരൊക്കെ വളരെ സ്വതന്ത്രരായി വിഹരിക്കുകയല്ലേ. വീണ്ടും രാജ്യവിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ട് അവർ തെരുവുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അതിനൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് വളരെ കൃത്യമായി പറയേണ്ടതല്ലേ? അപ്പോൾ BN ഹസ്കർ പറയുന്നത് പോലെ പഴയകാല സംഭവത്തെ ഇതുമായി കൂട്ടി യോജിപ്പിക്കരുത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ BN ഹസ്കറിന് ഈ പാർട്ടിയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഈ BN ഹസ്കറിന് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് അദ്ദേഹം ഈ ചാനലിൽ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആക്കൂ. പിണറായി സർക്കാർ മറ്റേ അയ്യപ്പ വിശ്വാസികളുടെ എല്ലാ കേസുകളും പിൻവലിക്കും എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറപ്പുണ്ട് എന്നൊന്ന് കാണിക്കാൻ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കൂ. ഹസ്കറിന് പറയാൻ പറ്റുമോ? പിണറായി സർക്കാർ ആദ്യം ചെയ്യേണ്ടത് വിശ്വാസി സംഗമമൊക്കെ നടത്തുന്നതിന് മുമ്പ് വിശ്വാസികളെ തല്ലിച്ചതച്ച, വിശ്വാസികൾ അവിടെ പോയിട്ട് ചീട്ട് കളിച്ചിരുന്നിട്ടല്ല പോലീസ് കേസെടുത്തത്. വിശ്വാസികൾ അവിടെ പോയിട്ട് വേറെന്തെങ്കിലും ചെയ്തിട്ടല്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സംഘപരിവാറിന് മുദ്രാവാക്യം വിളിച്ചിട്ടല്ല. സംഘപരിവാറിൻ്റെ മുദ്രാവാക്യവും വിശ്വാസികൾ വിളിച്ചിട്ടില്ല. ശബരിമല അയ്യപ്പന് ശരണം വിളിച്ചതിനാണ്. ശരണം വിളിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു സർക്കാരാണ് സാർ നിങ്ങളുടെ സർക്കാർ. ഹസ്കറെ, ആ ശരണം വിളിച്ചതിൻ്റെ കേസ് പിൻവലിക്കണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഭഗവാന് ശരണം വിളിച്ചതിൻ്റെ പേരിലെടുത്ത കേസ് പിൻവലിക്കാതെ പിന്നെ എന്ത് മണ്ണാങ്കട്ട സംഗമമാണ് മിസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും സംഘപരിവാറിനെ തലയെ കൊണ്ട് കയറ്റി വെക്കാൻ നോക്കും. ഞാൻ ചോദിക്കട്ടെ, 1945 ഞാൻ വായിച്ചത് അങ്ങനെയാണ്. 1945 മുതൽ നിങ്ങൾ ഈ പറഞ്ഞ ഇടതുപക്ഷക്കാരൻ അയ്യപ്പന്മാരെ തകർക്കാനും അയ്യപ്പന്മാരെ കറുത്ത മുണ്ടെടുത്ത് ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരെ കയ്യും കാലും തല്ലി ഓടിക്കാനും കേളപ്പജിയെ നമ്മുടെ കോഴിക്കോട്ടെ തളീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വലിയ വിശ്വാസി സംഗമവും കാര്യങ്ങളും നടത്താൻ പോയ സമയത്ത് പട്ടിപാത്തിയ കല്ലിൽ, പട്ടിപാത്തിയ എന്ന് വെച്ചാൽ പട്ടികൾ മൂത്രമൊഴിച്ച കല്ലിൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് വിളിച്ച് കേളപ്പനെ അവഹേളിച്ച് വിശ്വാസി സംഗമത്തെ എതിർക്കാൻ ശ്രമിച്ച, തളീക്ഷേത്ര പുനരുദ്ധാരണത്തെ എതിർക്കാൻ ശ്രമിച്ചവരായിട്ടുള്ള, ശബരിമലയെ തീവച്ച് ആ തീവപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അതിൻ്റെയൊക്കെ റിപ്പോർട്ട് വരെ വെളിവിടാമെന്ന് പറഞ്ഞ് അന്ന് മുതലേ വിശ്വാസികളെ ചതിച്ചതാണ്. ആ 1900 ഞാൻ പറഞ്ഞു വന്നത് 1945 മുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 45 മുതൽ ഈ ശബരിമലയിൽ ചുക്കുവെള്ളം കൊടുക്കാൻ 3 മണിക്കൂറോളം അയ്യപ്പന്മാർ ക്യൂവിൽ നിന്നാൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഈ നാണം കെട്ട സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ് ഇപ്പോൾ തയ്യാറല്ല. 3 മണിക്കൂർ 4 മണിക്കൂർ തല ചുറ്റി വീഴുമ്പോൾ ഒരു ഗ്ലാസ് ചുക്കുവെള്ളം കൊടുക്കാൻ ഇന്നും തയ്യാറാവാത്ത ഈ ഇവിടുത്തെ ഈ നാണം കെട്ട ദേവസ്വം ബോർഡ് അന്ന് 1945 മുതൽ പാവപ്പെട്ട അയ്യപ്പന്മാർക്ക് ചുക്കുവെള്ളം കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ അവരുടെ സന്നിധാനത്തിൽ അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് ശബരിമല അയ്യപ്പ 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 എന്ന് ശരണം വിളിച്ച് അയ്യപ്പന്മാരെ സഹായിക്കുന്ന, ശബരിമലയെ സേവനം ചെയ്യുന്ന അയ്യപ്പ സേവാ സംഘം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അറിയാവോ ഹസ്കറിന്? സംഘപരിവാറൊന്നും അല്ലാതെ, സംഘപരിവാറൊന്നും ഉണ്ടായിട്ടില്ല 1945 കാലഘട്ടത്തിൽ. ഇന്ന് നിങ്ങൾ പറയുന്ന പരിവാറൊന്നും ഇല്ല, മനസ്സിലായോ?
അന്ന് തൊട്ട് ഈ അയ്യപ്പ സേവാ സംഘം, ആ അയ്യപ്പ സേവാ സംഘത്തിനെ നിങ്ങൾ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ തീർക്കാം. ഈ അയ്യപ്പ സേവാ സംഘത്തിനെ ഈ വിശ്വാസി സംഘവുമായി നിങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ? ഈ അയ്യപ്പ സേവാ സംഘത്തിനെ നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞാൻ ചോദിക്കട്ടെന്ന്. പന്തളം കൊട്ടാരം തന്ത്രി, മല അരയ സമൂഹം, ആലങ്ങാട് അമ്പലപ്പുഴ പേട്ട സംഘം, ചിറപ്പഞ്ചിറ കളരി എന്നിങ്ങനെ അയ്യപ്പൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇനി വിളിച്ചിട്ടുണ്ട്. SNDP NSSനെ വിളിച്ചിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത്? വളരെ കൃത്യമാണ് NSSൻ്റെ സ്റ്റാൻഡ്, SNDPയുടെ സ്റ്റാൻഡ്. NSS വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വിശ്വാസി സമൂഹത്തെ തകർക്കുന്ന ഒരു നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല. ഹസ്കറെ, നിങ്ങൾ ആദ്യം കേസ് പിൻവലിക്ക്. നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറയേ. സുപ്രീം കോടതി പറഞ്ഞോ നിങ്ങളോട് സ്ത്രീകളെ അവിടെ കൊണ്ട് പാർപ്പിച്ച് എവിടെങ്കിലുള്ള സാധനത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇരുട്ടത്ത് ഷർട്ട് മാറ്റിയിട്ട് കറുപ്പും അണിയിച്ച് ആരും അറിയാതെ ഇരുട്ടത്ത് കയറ്റാൻ സുപ്രീം കോടതി പറഞ്ഞോ? മര്യാദകേട് പറയില്ല മിസ്റ്റർ. ശബരിമലയിലെ തോന്നിവാസം ചെയ്ത് നാണം കെട്ടിട്ട് വീടാന്തരം കയറി മാപ്പ് ചോദിച്ചിട്ട് ഇപ്പൊ വന്നിരുന്നു സുപ്രീം കോടതി. ആ തോന്നിയവാസം നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്കാണ്. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ BN ഹസ്കർ ഈ ചർച്ചയിൽ ആമുഖമായി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ LDFന്റെ ഒരു ജനസ്വീകാര്യതയിൽ വിറളി പൂണ്ടിരിക്കുകയാണ് BJPയും കോൺഗ്രസും എന്ന്. അപ്പോൾ BJP അക്കാര്യത്തിൽ കൃത്യമായ മറുപടി ഹസ്കറിന് നൽകിക്കഴിഞ്ഞു. കോൺഗ്രസിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? നിങ്ങൾ ഇങ്ങനെ CPMനെ പേടിച്ച്, ഇടതുപക്ഷത്തെ പേടിച്ചാണ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് എന്നാണ് BN ഹസ്കർ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഹസ്കറുമായിട്ട് തർക്കിച്ച് ഈ ചർച്ചയുടെ മൂല്യം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ചെറുതാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ആണ് കേരളത്തിലെ 1253 വരുന്ന ക്ഷേത്രങ്ങളുടെ നിയന്ത്രണ ചുമതല വഹിക്കുന്നത്. അതിൽ സർവ്വ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അയ്യപ്പനെ ദർശിക്കാൻ അവസരമുണ്ട്. ശബരിമലയിൽ എല്ലാ ക്ഷേത്രത്തിലും എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും പോകാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു മതസ്ഥാപനമാണ്. മതേതരത്വം ഭരണഘടനയിലുണ്ട്. മതേതരത്വം നമ്മൾ പ്രസംഗിക്കും. ശബരിമല എന്ന് പറയുന്ന ഒരു മതേതര മതനിരപേക്ഷതയൊക്കെ ഉയർത്തുന്ന സന്നിധാനമാണ്. ആ കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ തുടക്കം ചിത്രനാൾ മഹാരാജാവ് ഇന്ത്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭൂമികൾ ഇന്ന് കാണുന്ന രാജാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളും അനുബന്ധമായിട്ട് ഒരുപാട് കെട്ടിടങ്ങളും ഭൂമികളുമൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രത്യേകമായ നിർദ്ദേശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ദേവസ്വം ബോർഡ് മെമ്പറാകുന്നത് ഹിന്ദു MLAമാർ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ മെമ്പറാകാൻ കഴിയൂ. ഹിന്ദുക്കൾക്ക് മാത്രമേ മെമ്പറാകാൻ കഴിയൂ. ആ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന നിയമനങ്ങൾ നടത്തുന്നത് PSC അല്ല, ദേവസ്വം ബോർഡാണ്. എന്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പിലേക്കും PSC ജോലിക്ക് ആളെ എടുക്കുമ്പോൾ ദേവസ്വം ബോർഡിന് പ്രത്യേകം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇതൊരു മതസ്ഥാപനമാണ്, വളരെ കൃത്യമാണ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ആചാരവും അനുഷ്ഠാനവും. ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് നാനാജാതി മതസ്ഥർക്ക് വരാൻ കഴിയുന്ന നല്ലൊരിടമാണ്. ആ ഇടത്ത് എല്ലാവരും വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അവിടെ ഒരു ഗവൺമെൻറ് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ഈ ഗവൺമെൻറ്റിന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ കോലാഹലങ്ങളല്ലല്ലോ നടത്തേണ്ടത്. ഇവർക്ക് നടത്താൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, ഒരു വർഷം കേരള ഗവൺമെൻറ്റിന് ശബരിമലയുടെ പേരിൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ശബരിമലയിൽ ദേവസ്വം ബോർഡിന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ശബരിമലയിൽ ഒരു സീസൺ നടന്നാൽ നേരിട്ടുമല്ലാതെയും എന്ന് പറഞ്ഞാൽ KSRTC സർവീസ്, അവിടെ വിൽക്കുന്ന ഒരു തോർത്ത് മുതൽ ഒരു തീപ്പെട്ടിക്കൂട് വരെയുള്ള സാധന സാമഗ്രികൾ, അവിടെ വരുന്ന ഹോട്ടൽ ബില്ല്, അതുപോലെ തന്നെ റൂം എടുക്കുന്ന ആളുകൾ, വണ്ടി വിളിച്ചു വരുന്ന ആളുകൾ, പെട്രോൾ അടിച്ചു വരുന്ന ആളുകൾ, അങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെ പ്രതിവർഷം 2500 കോടി രൂപ വരുമാനം കേരള ഗവൺമെൻറ് കിട്ടുന്നതിനിടയാക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ശബരിമല. മനസ്സിലായല്ലോ? 2500 കോടി രൂപയാണ് പ്രതിവർഷം വരുമാനം. ദേവസ്വം ബോർഡിന് ശബരിമല ഭക്തർക്ക് വെള്ളം ആവശ്യമുണ്ട്. വെള്ളം കൊടുക്കുന്നതിൽ എവിടെങ്കിലും സൗജന്യം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ? വാട്ടർ അതോറിറ്റി കൊടുക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി ശബരിമലയിൽ ആവശ്യമാണ്. അതിൻ്റെ കറണ്ട് ചാർജിൽ എന്തെങ്കിലും ഒരു ഇളവ് ഈ സർക്കാർ കൊടുക്കുന്നുണ്ടോ?
ദേവസ്വം ഭൂമി സർക്കാർ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 82 ലക്ഷം രൂപ പണ്ട് കൊടുക്കണം. ആദ്യം 48 പിന്നീട് വന്ന ഗവൺമെൻറ് അത് 82 വർദ്ധിപ്പിച്ചു. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് 2016 വന്നതിന് ശേഷം അവർ പ്രഖ്യാപിച്ചു. എന്താ അവർ പ്രഖ്യാപിച്ചത്? അവർ പ്രഖ്യാപിച്ചു 82 ലക്ഷം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് സർക്കാർ ദേവസ്വം ബോർഡ് ഭൂമി ഉപയോഗിക്കുന്നതിൽ 10 കോടി രൂപ കൊടുക്കുന്നു. പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല, പറഞ്ഞത് വേറെ ഏതെങ്കിലും പാർട്ടിക്കാരല്ല. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പറഞ്ഞത്. ദേവസ്വം ഭൂമി ഉപയോഗിക്കുന്നതിന് ദേവസ്വം ബോർഡിന് 10 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിനോടും ശബരിമലയോടും സ്നേഹമുണ്ടെങ്കിൽ ആ 10 കോടിയിൽ 100 രൂപയെങ്കിലും കൊടുക്കണ്ടേ? കൊടുത്തോ? ഇനി വേറൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുക. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു. കാസർഗോഡ് മുതൽ ഇപ്പോൾ വികസന പ്രവർത്തനം നടക്കുകയാണ് ദേശീയപാതയുടെ. അതിൽ തുറവൂർ മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗങ്ങളിൽ ദേവസ്വം ഭൂമി, ദേവസ്വം കാണിക്ക മണ്ഡപങ്ങൾ, ദേവസ്വം ആർച്ചുകൾ, ദേവസ്വം കെട്ടിടങ്ങൾ പൊളിച്ച ഇനത്തിൽ 130 കോടി രൂപയാണ് കേരള ഗവൺമെൻറ് ദേവസ്വം ബോർഡിന് കൊടുക്കാതെ ധനകാര്യ വകുപ്പ് കൈപ്പറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 3 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ പറയുന്ന കോമ്പൻസേഷൻ കിട്ടിയ 130 കോടി രൂപയുടെ അവകാശം ദേവസ്വം ബോർഡിനാണെന്നും ഇത് സർക്കാർ എടുക്കാൻ പാടില്ല എന്നും കൊടുക്കണമെന്നും പറഞ്ഞു. ഇന്ന് ഈ ചർച്ച നടക്കുന്നത് 10-ാം തീയതിയാണ്. ഒരു വർഷം കഴിഞ്ഞ് 7 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. കൊടുത്തോ 130 കോടി രൂപ? കൊടുത്തോ? നമ്മൾ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് പ്രതിബദ്ധതയെ നമ്മൾ കാണുന്നത്? ഭക്തർക്ക് വേണ്ടി അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ട പണമാണ്, ശബരിമലയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പണമാണ് 130 കോടി രൂപ. കൊടുത്തോ? ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനം, തറയിൽ അവർ കിടക്കും, ഒരു വിരിയുമില്ലാതെ കിടന്നുറങ്ങാൻ തയ്യാറാ. ഇരിക്കുന്ന എടുത്ത് ഉള്ള ഒരാൾക്കിരിക്കാനുള്ള പിന്നെ അളവിലിരുന്ന സ്ഥലത്തിരുന്നു ആളുകൾ ഉറങ്ങാൻ തയ്യാറാ, കിടക്കാൻ തയ്യാറാ, പട്ടിണി കിടക്കാൻ തയ്യാറാ അവിടെ വരുന്ന ഭക്തന്മാർ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കാര്യമാണ്. എന്താണ്? സാനിറ്റേഷൻ സൗകര്യങ്ങൾ, മലമൂത്ര വിസർജ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുന്നതിന് വേണ്ടി ഈ വർഷം വെച്ചിരിക്കുന്ന 4.5 കോടി രൂപയാണ്. 4.5 കോടി രൂപ. പകുതി തുക ദേവസ്വം ബോർഡ് മുടക്കണം, പകുതി തുക സർക്കാർ മുടക്കാമെന്ന് പറഞ്ഞു. 100 രൂപ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? 100 രൂപ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, സർക്കാരിൻ്റെ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ 10 കോടി കൊടുക്കേണ്ടതിൽ 100 കൊടുത്തോ? ഈ സാനിറ്റേഷൻ സൗകര്യത്തിന് 4.5 കോടി ചിലവാകുന്നതിൽ 2.25 കോടി കൊടുക്കേണ്ടതിൽ 100 രൂപ കൊടുത്തോ? ദേവസ്വം ബോർഡിന്റെ വസ്തു ദേശീയപാത കോൺഗ്രസ് ഇപ്പോൾ സംസാരിക്കുന്നത് അവിടെ അയ്യപ്പ ഭക്തർക്ക് ഉണ്ടാകേണ്ട സൗകര്യങ്ങളെ കുറിച്ചാണ്. ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം, ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് ഞാൻ അതിലേക്ക് വരാം. വളരെ കുറച്ച് സമയമേ ഇനി നമ്മുടെ മുന്നിലുള്ള, അതുകൊണ്ടാണ് ശ്രീ അനിൽ ബോസ് നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നുണ്ട്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഒരു സമരം നടത്താൻ, ഒരു പ്രക്ഷോഭം നടത്താൻ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി, യഥാർത്ഥ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി രാഷ്ട്രീയമായി നിലകൊള്ളാൻ നിങ്ങൾക്കിപ്പോൾ കഴിയുമോ? അങ്ങനെ ആലോചിക്കുന്നുണ്ടോ കോൺഗ്രസ്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, വളരെ കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട, വിശ്വാസ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അന്ന് BJP പറഞ്ഞത്, ഗോപാലകൃഷ്ണൻ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തിട്ട് ഞാനതിൽ തൊടാതിരുന്നത് ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറ്റാതെ വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു ചർച്ചയായി പോകട്ടെ എന്ന് കരുതിയാണ്. വീണ്ടും എന്നോട് കുത്തി ചോദിച്ചുകൊണ്ടാണ്, നീലിമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രീധരൻപിള്ളയുടെ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ, ശബരിമലയിൽ ഇതാ ഒരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസ് പറയുന്ന പാർട്ടിയല്ല. ഒന്ന്, നവോത്ഥാന സമിതി ഉണ്ടാക്കി. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, 50 കോടി രൂപ നീക്കിവെച്ച് ഈ നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി പുരുഷവേഷം കെട്ടിച്ച് സ്ത്രീകളെ പാതിരാവിൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി നിയമവിരുദ്ധ സന്ദർശനം നടത്തി ദർശനത്തിന് അവസരം കൊടുത്ത് വിശ്വാസ സമൂഹത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും വെല്ലുവിളിച്ചവരാണിവർ. ഞാൻ ചോദിച്ചല്ലോ, ഹസ്കർ പറയുന്നു പഴയതൊന്നും ചർച്ച ചെയ്യണ്ട. ഞാൻ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞു, നീലിമ, സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് സ്ത്രീ പ്രവേശനത്തിന്, അത് ആരും സ്റ്റേ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന നവോത്ഥാനമാണെങ്കിൽ, നിങ്ങൾ ഈ ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമായി കോടതി പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യം, പ്രയാർ ഗോപാലകൃഷ്ണനാണ് അത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയത്. ഇടതുപക്ഷ അങ്ങനെ പ്രയാർ നിങ്ങളുടെ നേതാവായിരുന്നല്ലോ.
അത്തരത്തിലൊരു നിലപാടെടുത്തുകൊണ്ട് യുവതി പ്രവേശനം എന്നുള്ള രീതിയിൽ ഒരു കാര്യം ആ സത്യവാങ്മൂലം തിരുത്താനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കോൺഗ്രസും അത്തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു സമയമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഗൗരവമായ ആരോപണം ഉന്നയിക്കുമ്പോൾ വലിച്ചു നീട്ടി കൊണ്ടുപോകരുത്. നിങ്ങൾ സമയമില്ലെന്ന് പറയുകയും അതിഗുരുതരമായ ഒരു ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുകയാണ്. അതിഗുരുതരമായ ആക്ഷേപം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി സത്യവാങ്മൂലം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര്, ഗവൺമെന്റിന്റെ പേര് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് എന്നാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്. അത് മാറ്റിക്കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. സ്ത്രീ പ്രവേശനം പാടില്ല എന്ന് അഫിഡവിറ്റ് കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. അത് വസ്തുതയായിരിക്കെ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഗവൺമെന്റ് പോളിസിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞ കാര്യം നടക്കില്ല. നീലിമ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഗോപാലകൃഷ്ണന്റെ പേര് പറഞ്ഞത് PS പ്രശാന്ത് ആണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അഫിഡവിറ്റ് കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല കേരള ഗവൺമെന്റിന്റെ തീരുമാനം എടുക്കുന്ന, ക്യാബിനറ്റിനെ നിയന്ത്രിക്കുന്നത്. ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും മുകളിലിരിക്കുന്ന ബോഡി എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റാണ്. ഗവൺമെന്റാണ് അഫിഡവിറ്റ് കൊടുക്കുന്നത്. ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് എന്ത് അഫിഡവിറ്റ് വേണമെന്ന്. VS അച്യുതാനന്ദനാണ് സ്ത്രീ പ്രവേശനം വേണമെന്ന് അഫിഡവിറ്റ് കൊടുത്തത്. വേണ്ടെന്ന് അഫിഡവിറ്റ് കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഇപ്പോൾ വേണമെന്ന് വീണ്ടും കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. മനസ്സിലായില്ലേ? അവിടെയാണ് കോൺഗ്രസ് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി കൊടുത്ത അഫിഡവിറ്റ് തിരുത്തി സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി അഫിഡവിറ്റ് കൊടുത്ത സർക്കാർ പിണറായി വിജയൻ സർക്കാരാണ്. അല്ലാതെ പ്രശാന്തും പ്രയാർ ഗോപാലകൃഷ്ണനും അല്ല. മനസ്സിലായില്ലേ? കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞു വേണം ആക്ഷേപം ഉന്നയിക്കാൻ, ചർച്ച നിയന്ത്രിക്കാൻ. മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞതല്ല. ഇന്ന് PS പ്രശാന്ത് പറഞ്ഞ കാര്യം, PS പ്രശാന്ത് പറഞ്ഞ കാര്യം, പ്രയാർ ഗോപാലകൃഷ്ണൻ താങ്കളുടെ നേതാവായതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അത് പോട്ടെ. ഇപ്പോൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഒരു നിലപാട് UDF എടുക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രക്ഷോഭം നടത്താൻ UDF തയ്യാറാകുമോ, കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളോട് ഞാൻ വളരെ സൗമനസ്യത്തോടുകൂടി നീലിമ എന്നെ ക്ഷണിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഇത് നാലാംകിട ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. BJP പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ സുവർണാവസരമാണെന്ന് കണ്ട് ഒരു വിശ്വാസ സമൂഹത്തിന്റെ കേന്ദ്രമായ, ആത്മീയ കേന്ദ്രമായ ശബരിമലയിൽ രാഷ്ട്രീയ സമരം നടത്തുക എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ അതിനുന്നയിക്കുന്ന ആരോപണങ്ങൾ, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രതിഷേധം ഉണ്ടായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഖണ്ഡിക്കാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഓക്കെ, അല്ല അത് ഞാനിപ്പോൾ അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യം, അതിനൊന്ന് താങ്കൾ മറുപടി പറയൂ. ഈ സംഗമത്തെ എതിർത്തുകൊണ്ട് ഒരു സമരം നടത്താൻ, ഇത് ഭക്തർക്ക് അനുകൂലമായ, ഭക്തരുടെ ഒരു താല്പര്യവും മുൻനിർത്തിക്കൊണ്ടുള്ള ഒന്നല്ല എന്ന് UDFന് വളരെ കൃത്യമായ ബോധ്യമുണ്ടല്ലോ. ആ രീതിയിലാണല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പ്രതികരണമുണ്ടായത്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ നിങ്ങൾ വളരെ ശക്തിയുള്ളൊരു പ്രതിപക്ഷമല്ലേ? ആ പ്രതിപക്ഷത്തിൻ്റെ റോളൊന്ന് എടുത്തുകൂടെ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കലം തല്ലി പൊട്ടിക്കുന്നതാണോ പ്രതിപക്ഷം? വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതാണോ പ്രതിപക്ഷം? എല്ലാ ആളുകളും ഒരു ആത്മീയ കേന്ദ്രമായി കരുതുന്ന ഒരു സ്ഥലത്ത് വന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുന്നതാണോ? അതാണോ പ്രതിപക്ഷം എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ BJPയുടെ സമീപനമില്ല, ഞങ്ങൾ CPMന്റെ സമീപനമില്ല. ഞങ്ങൾ ഒരു ആത്മീയ കേന്ദ്രത്തെയും രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നിലപാട് പറയും, സഭയ്ക്കകത്ത് പറയും, സഭയ്ക്ക് പുറത്ത് പറയും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് നിങ്ങൾ കേട്ടില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ സ്ത്രീ പ്രവേശനം വിലക്കിക്കൊണ്ട് കൊടുത്ത അഫിഡവിറ്റ് മാറ്റിക്കൊടുത്തത് പിണറായി വിജയൻ തിരുത്താൻ തയ്യാറുണ്ടോ? മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ?
ഭക്തജനങ്ങൾക്കെതിരായി നാമജപ ഒരു ചെറിയ ഇടവേള അങ്ങ് ഉന്നയിച്ച രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. അതിന് ബിജെപിയുടെ പ്രതിനിധി മറുപടി പറയും. ഒരു ചെറിയ ഇടവേള. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനോടാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഉന്നയിച്ചത് ഇത്തരത്തിൽ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു നിലപാട് UDF എടുക്കുന്നുണ്ടല്ലോ, എങ്കിൽ അതിനെതിരെ ഒരു പ്രതിഷേധത്തിന്, പ്രക്ഷോഭത്തിന് എന്തുകൊണ്ട് UDFന് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന് വളരെ കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായില്ല. അങ്ങേക്കൊന്ന് പ്രതികരിക്കാം. അല്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. അനിൽ ബോസ് പറഞ്ഞ മറുപടി നീലിമ കേട്ടില്ലേ? അനിൽ ബോസ് വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ സഭയ്ക്കകത്തിരുന്നിട്ട് അതിനെ എതിർക്കും, ഞങ്ങൾ സഭയ്ക്ക് പുറത്തിരുന്നിട്ട് ഞങ്ങൾ എതിർക്കില്ല. എൻ്റെ പൊന്ന് അനിൽ ബോസെ, എനിക്ക് അനിൽ ബോസിനോട് രാഷ്ട്രീയ തർക്കമൊന്നും ഇന്നത്തെ ഈ ചർച്ചയിൽ പറയാനുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് സഭയ്ക്കകത്ത് ഇരുന്നിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ വീടിൻ്റെ കോൺഗ്രസ് ഓഫീസ്, ഇന്ദിരാഭവൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്നിട്ട് നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടോ സഭയ്ക്കകത്തിരുന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടോ എന്ത് കാര്യം? അവിടെ ആചാര ലംഘനം നടത്തിയ അയ്യപ്പൻ്റെ ക്ഷേത്രത്തെ അശുദ്ധമാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സഭയ്ക്കകത്തിരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? തെരുവിലിറങ്ങി ജനങ്ങളെ സംഘടിപ്പിച്ച് ജനകീയമായ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ ചുമതലയാണ് പ്രതിപക്ഷത്തിന്. അതുകൊണ്ടാണ് ആ പ്രതിപക്ഷത്തിൻ്റെ കർമ്മം ഞങ്ങൾ നിർവഹിച്ചത്. അത് രാഷ്ട്രീയ പ്രേരിതമായി അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏതവസരവും ഒരു സുവർണാവസരമാണ് രാഷ്ട്രീയത്തിൽ. ആത്മീയ കേന്ദ്രത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ തൊടില്ല. അപ്പോൾ നിങ്ങൾ നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ആത്മീയ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തൊടില്ലെങ്കിൽ ഇതേ കരുണാകരൻ ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തല്ലേ നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായത്? ആ നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായത് എങ്ങനെയാണ്? നിലയ്ക്കൽ എന്ന് പറയുന്ന ശബരിമലയുടെ പൂങ്കാവനത്തിൽ നിലയ്ക്കൽ പ്രക്ഷോഭ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ പ്രക്ഷോഭം ഉണ്ടായത്? ആ പ്രക്ഷോഭത്തിൽ എന്ത് സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്? അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയരുത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ ഒരു പ്രവർത്തകനെ തല്ലി, നിങ്ങൾ സഭയ്ക്കകത്തിരുന്നിട്ട് ഞങ്ങൾ പോലീസ് ഇന്നത്തെ പിണറായി വിജയൻ്റെ പോലീസ് നയത്തെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ഭരണഘടനയെ മാനിക്കും. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ നിയമസഭയ്ക്കിരുന്ന് പ്രതികരിക്കും. എന്നാൽ പിന്നെ നിയമസഭയിൽ പോയിരുന്ന് പ്രതികരിച്ചാൽ പോരെ? നിങ്ങളതിന് ബുധനാഴ്ച കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിങ്ങൾ പ്രതികരിച്ചത്. അപ്പം പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിൽ അനീതി കാണുമ്പോൾ ജനങ്ങളെ ആ അനീതിക്കെതിരെ അണിനിരത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവം. ആ പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവത്തിൽ അനങ്ങാപ്പാറ സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്. നിങ്ങൾ അയ്യപ്പ ശബരിമലയിലെ അശുദ്ധിയുടെ കാലഘട്ടത്തിൽ പാവപ്പെട്ട വിശ്വാസികൾ തെരുവിലിറങ്ങിയപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു. നിങ്ങളൊരക്ഷരം പറഞ്ഞില്ല, നിങ്ങളൊരക്ഷരം ചെയ്തില്ല. വിശ്വാസികളെ തല്ലിച്ചതച്ചപ്പോൾ ആ കേസുകൾ പിൻവലിക്കണമെന്ന് നിങ്ങൾ നിയമസഭയ്ക്കകത്ത് പറഞ്ഞില്ല. പറഞ്ഞോ? നിയമസഭയ്ക്കകത്ത് ഈ കേസുകൾ പിൻവലിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ? ചോദിക്കുന്നതിന് മറുപടി പറ. വിശ്വാസികളാ, സംഘപരിവാറൊന്നുമല്ല. NSS, SNDP അടങ്ങുന്ന അയ്യപ്പ സേവാ സംഘം അടങ്ങുന്ന ഈ നാട്ടിലെ വിശ്വാസികൾ, ആ വിശ്വാസികൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ കോൺഗ്രസ് തയ്യാറായോ? കോൺഗ്രസ് തയ്യാറായില്ല. അനിൽ ബോസെ, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അനിൽ ബോസെ, ഞാൻ പറഞ്ഞോട്ടെ. അനിൽ ബോസെ, ഞാൻ മറുപടി പറയേണ്ട ഞാൻ പറഞ്ഞോ. ഞാൻ അല്ല, ആയിക്കോട്ടെ, അതൊക്കെ അവർ തീരുമാനിച്ചോളൂ. ഞാൻ പറയുമ്പോൾ ഇടയിൽ കയറല്ലേ പ്ലീസ്. ഞാനൊന്ന് തീർത്തോട്ടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു മിനിറ്റ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ നിർത്താം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് വാസ്തവത്തിൽ കോൺഗ്രസിനോട് ചോദിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്. ശബരിമലയുടെ വികസനം തടസ്സപ്പെട്ടിട്ട് എത്ര കാലമായി? 15 വർഷം മുമ്പാണ് ശബരിമലയിൽ, 15 വർഷം മുമ്പ്, ഇന്നത്തെ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ്, പിണറായി സർക്കാർ എന്നാ വന്നാൽ 16 9 വർഷമായി. 15 വർഷം മുമ്പ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ, വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാ. എന്തെങ്കിലും ചെയ്തോ? എന്താ ചെയ്തത്? ഞാൻ ചോദിക്കട്ടപ്പാ, കാട്ടിൽ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്യാൻ ലോകം മുഴുവനുള്ള ജനങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വണ്ടി വാടക കൊടുത്ത് വിളിച്ചു കൊണ്ടുവരുന്ന കാറ്, അത് പാർക്ക് ചെയ്യാൻ കൊള്ള പൈസ എടുക്കാൻ, കാട്ടിലേക്ക് ആ ശബരിമലയിലേക്ക് തീർത്ഥാടകർ വരുമ്പോൾ ആ തീർത്ഥാടകരുടെ നിന്ന് ഡബിളും ത്രിബിളും KSRTC വാങ്ങുക. ഇതൊക്കെ നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ലേ? ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ജനം ചാനലിൻ്റെ ചർച്ചയിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, BJP അധികാരത്തിൽ വന്നാൽ
പമ്പയിലേക്ക് KSRTC-യിൽ സൗജന്യമായി കൊണ്ടുപോകും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പമ്പയിലെ തീർത്ഥാടകരുടെ കാറുകൾക്ക് സൗജന്യമായി പാർക്ക് ചെയ്യാൻ പറ്റും. കോൺഗ്രസിന് ഇത് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ ഈ രണ്ട് കാര്യം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ, നിങ്ങൾ ഇഷ്ടംമാതിരി അധികാരത്തിൽ വന്നതല്ലേ, അധികാരത്തിൽ വരാനുള്ള ഏറെ ചാൻസുകളൊക്കെ ഉള്ള ഒരു പാർട്ടിയാണല്ലോ കേരളത്തിൽ കോൺഗ്രസ്. നിങ്ങൾ വിശ്വാസികളോടുള്ള കൂറ് നിലനിർത്തണമെങ്കിൽ, വിശ്വാസി സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇവിടെ വെച്ച് പറയാൻ അനിൽ ബാസേ, ശബരിമലയിലേക്ക് 3 ഇരട്ടി പൈസ മേടിക്കൂല KSRTC-യുടെ കയ്യിൽ നിന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്ന പോലെ സൗജന്യമായി കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല. 3 ഇരട്ടി മേടിക്കില്ല പറയുമോ നിങ്ങൾ? അവിടെ പാർക്ക് ചെയ്യുന്ന കാറുകൾ സൗജന്യമായി പാർക്ക് ചെയ്യണം. യുവമോർച്ച സമരം ചെയ്തതാണ്, ഞാൻ പോയിട്ടുണ്ട് സമരത്തിന്. അത് സൗജന്യമായി പാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? വിശ്വാസികളുടെ 16,000 കേസാണ് കേരളത്തിലുള്ളത്. ആ 16,000 കേസ് പിൻവലിക്കാൻ നിയമസഭയിൽ ശക്തമായ വാദമുന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പിന്നെ നമ്മൾ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞിട്ട്, വിശ്വാസികളുടെ പേര് പറഞ്ഞ് തക്കടതിരികട പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കോൺഗ്രസിനോട് വഴക്കുണ്ടാക്കാനോ കോൺഗ്രസ് പ്രതിനിധിയെ എതിർക്കാനോ അല്ല. ഒരൊറ്റ കാര്യം പറയുകയാണ്, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്താണ്? നമ്മുടെ ഹസ്കർ പറഞ്ഞൊരു വരിയെ ഞാനൊന്ന് നോട്ട് ചെയ്തിട്ട് അതൊന്ന് പറഞ്ഞോട്ടെ. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. എൻ്റെ ഹസ്കറെ, നിങ്ങൾ വിശ്വാസം ഇല്ലാത്തവരാ. വിശ്വാസികളുടെ രാഷ്ട്രീയവൽക്കരണത്തെ കുറിച്ചൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താ? വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്, ശരിയാ. വിശ്വാസത്തെ വ്യവസായവൽക്കരിക്കരുത്, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ വിശ്വാസത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം പറയാതെ പറ്റില്ല. ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിന് വലിയ തിരിച്ചടി ഉണ്ടായി. സ്വർണം പൂശിയ പാളി തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇങ്ങനെയുള്ള തരികിട പരിപാടികൾ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് അങ്ങനെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായത്. ഇത് ഈ ഭക്തസംഗമത്തിൽ സുതാര്യത ഇല്ല എന്ന് കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഈ സ്വർണ്ണപ്പാളി വിവാദം, സ്വർണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അറ്റകുറ്റപ്പണി വേണമെന്നുണ്ടെങ്കിൽ അത് സന്നിധാനത്ത് നടത്തണമെന്നതാണ് നിയമം. അത് മറികടന്നുകൊണ്ട് ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളി കടത്തിയതിൽ അതിൽ കോടതി പോലും വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചില്ലേ? അതാണ് നിങ്ങളുടെ വിശ്വാസ്യത, സർക്കാരിൻ്റെ വിശ്വാസ്യത പല ഘട്ടങ്ങളിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. ശ്രീ ബി എൻ ഹസ്കർ. അല്ല നീലിമ, ഇതില് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ദേവസ്വം ബോർഡിനെതിരെ വന്നിട്ടുള്ള വിധിയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ടി വന്നാൽ അത് സംബന്ധിച്ച് അപ്പീൽ നൽകുന്നതിനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോ അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തട്ടെ. അപ്പീലൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ വളരെ കൃത്യമായി എന്തിനാണ് സന്നിധാനത്ത് നിന്നും അത് കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അതിന്റെ അറ്റകുറ്റപ്പണി നിർവഹിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതല്ലേ ചട്ടം? അതല്ല, അതിനെല്ലാം കൃത്യമായ ഉത്തരവുണ്ട് കാര്യത്തിൽ. കാരണം ഇതിൽ കണക്കുകളുണ്ട്. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി സാധനം എടുക്കണമെങ്കിലും അതിന് കൃത്യമായ ചുമതലയുള്ള ആളുകളെ അറിയിച്ചിട്ട് വേണം. ആ ചുമതലയുള്ള ദേവസ്വം കമ്മീഷണറെ അറിയിച്ചിരുന്ന ഈ കാര്യം അല്ല, നിങ്ങൾക്ക് കേന്ദ്രമായി നിങ്ങൾക്ക് ഉയർത്തി നിർത്തണമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ശബരിമല എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്. നിങ്ങൾ പറയുന്ന സനാതന ധർമ്മത്തിലെ തത്വമസി എന്ന് പറയുന്നത് ആ അർത്ഥം ഗ്രഹിക്കുകയാണെങ്കിൽ BJP-യും വിശ്വാസ സമൂഹവും ഇപ്പൊ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചെയ്യുന്ന പ്രവൃത്തികളെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന ഭയപ്പാട് വളരെ കൃത്യമായി കോൺഗ്രസിനും BJP-ക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ ഇത്ര തോതിൽ എതിർക്കുന്നതിന് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഇവിടെ BJP-യുടെയും കോൺഗ്രസിന്റെയും ശബ്ദം ഒരേ ശബ്ദമായി മാറുന്നത്. ഞാൻ ഒരു ചോദ്യം, ഈ 3000 പേരെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? സിമ്പിൾ ചോദ്യം. വിശ്വാസ സമൂഹത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്തുന്നു? കൊട്ടാരത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ വിശ്വാസ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ചോദ്യം. ചോദിച്ചോളൂ. നീലിമ ഒരു ചോദ്യം. വിശ്വാസി സമൂഹത്തിന്റെ ആണെങ്കിൽ 19-20 ദിവസങ്ങളിൽ വെർച്വൽ കൂ എന്തിനാ വേണ്ട വെച്ചത്? ആ വിശ്വാസി സമൂഹത്തെ പങ്കെടുപ്പിച്ചാൽ പോലെ.
അങ്ങനല്ല. ഞാൻ ഈ ഇത് നേരത്തെ അനിൽ ബോസ് ഒരു പറഞ്ഞ ഭക്തന് 19-20 തീയതികളിൽ വെർച്വൽ ക്യൂവിന് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വിശ്വാസി സമൂഹത്തെ വെർച്വൽ ക്യൂ എന്തിനാ വേണ്ടത്? ലോജിക്കായിട്ട് ചിന്തിച്ചാൽ വെർച്വൽ ക്യൂ എന്തിനാ വെച്ചത്? ലോജിക്കായി അതിനെ കുറിച്ച് ചിന്തിക്കൂ. യുക്തിപരമായി അതിനെ സമീപിക്കൂ. ഇത് 40 ദിവസം വ്രതമെടുത്ത് അയ്യപ്പ ദർശനത്തിന് വരുന്ന സമയമല്ല, മണ്ഡലകാലല്ല. അപ്പോ അവിടെ അയ്യപ്പ ദർശനം നടത്തുന്നതിന് എല്ലാ മാസവും നടത്തുന്നത് പോലെ അയ്യപ്പ ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നു. 3000-ഓളം വരുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അവരോടൊപ്പം അവരുടെ സഹായികളും മറ്റും ആയി വരുന്ന ധാരാളം ആളുകൾ അവിടെ എത്തും. അപ്പൊ സ്വാഭാവികമായും വെർച്വൽ ക്യൂ കൂടി ഉണ്ടായാൽ പ്രതിനിധികൾ ആരാണെന്ന ചോദ്യം അല്ല, അത് വളരെ ചോദ്യം. അങ്ങേക്കടക്കം BJP-യുടെ അടക്കമുള്ള പ്രതിനിധികൾക്ക് പങ്കെടുക്കാമല്ലോ. അല്ല, BJP അടക്കമുള്ള ആളുകൾ അങ്ങനല്ല. ഞാൻ സിമ്പിളായ ചോദ്യം ചോദിക്കട്ടെ. സിമ്പിളായ ചോദ്യം. അഡ്വക്കേറ്റ് PN അസ്കർ, ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണന് 20-ാം തീയതി ഒന്ന് ശബരിമലയിൽ പോകണം. അവിടെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 19-20 തീയതികളിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അത് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ പക്ഷേ സർക്കാർ സംവിധാനം, ദേവസ്വത്തിന്റെ സംവിധാനം അനുവദിക്കുന്നില്ല. ഈ അനുവദിക്കായികയാണ് ഇതിലെ സുതാര്യതയില്ലായ്മ എന്ന് പറയുന്നത്. അല്ല, നിലവിലെ സാഹചര്യത്തിൽ അവിടെ തിരക്കൊഴിവാക്കുന്നതിനു വേണ്ടി ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരുന്ന വിശ്വാസികളെ, വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികളെ ശബരിമലയിൽ ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുക എന്ന സതുദ്ദേശമാണ് ഇപ്പോൾ നിലവിൽ. ആ സതുദ്ദേശത്തെയാണെന്ന് കോടതി ചോദ്യം ചെയ്തത്. ഇപ്പൊ വളരെ 2-3 മിനിറ്റ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഗോപാലകൃഷ്ണൻ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അങ്ങോട്ട്. നിയമസഭയിൽ നിങ്ങൾ എന്ത് നിലപാടെടുത്തു? ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീജനങ്ങളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, ഭക്തരെയൊക്കെ തല്ലിച്ചതച്ചപ്പോൾ ഒരു നിലപാടും നിങ്ങൾ നിയമസഭയിൽ എടുത്തില്ല എന്നാണ് ബി ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. ഒരു മറുപടി പറയൂ. ബി ഗോപാലകൃഷ്ണൻ എന്തും ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്നതിന് കുഴപ്പമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ അറിയാം, കേരളത്തിലെ പ്രതിപക്ഷത്തെ നിയമസഭാ സാമാജികർ എടുത്തിട്ടുള്ള നിലപാടുകൾ നിയമസഭാ രേഖകൾ നോക്കിയാൽ മനസ്സിലാവും, വർത്തമാന പത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓരോ ഘട്ടങ്ങളിലും ഏറ്റവും അവസാനം നടത്തിയ പത്രസമ്മേളനത്തിലടക്കം എത്രയോ വട്ടം പ്രതിപക്ഷം ഈ കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. എല്ലാ കേസുകളും പിൻവലിക്കാതിരുന്നില്ല, കുറച്ച് കേസുകൾ പിൻവലിച്ചു. എന്നിട്ട് ബാക്കിയുള്ള കേസുകളും പിൻവലിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ആ കാര്യത്തിൽ ഞങ്ങളുടെ അജണ്ടയിൽ ഒന്നാമത്തെ ഇനമാന്നേ. പിന്നെ പോലീസ് സ്റ്റേഷനെയും ശബരിമലയെയും ഒരേപോലെ കാണുന്ന എന്താ ഞാൻ പറയേണ്ടത്? അദ്ദേഹം ഒരു സെക്കൻഡ്, നീലിമ ഇത് ശരിയല്ല. നീലിമ ഇത് ശരിയല്ല. ഗോപാലകൃഷ്ണൻ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നതിന് ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതെ. നിങ്ങൾ ഗോപാലകൃഷ്ണൻ ഒരുപാട് നേരം സംസാരിച്ചല്ലോ. ഹസ്കർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പലവട്ടം ഇടപെട്ടല്ലോ. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ. അതൊന്നും ശരിയല്ല. നമ്മളൊരു ഡിബേറ്റിൽ വ്യത്യസ്തമായ പാർട്ടികളുടെ പ്രതിനിധികളെ കൊടുക്കണം. ഇവിടെ ഗോപാലകൃഷ്ണൻ ശബരിമല സന്നിധാനത്തെയും അയ്യപ്പ ഭക്തരെയും അയ്യപ്പനെയും പോലീസ് സ്റ്റേഷനിലെ നാലാംകിട പോലീസുകാരെയും ഗുണ്ടകളെയും പോലെയാണ് കണക്കാക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അദ്ദേഹത്തോട് അതിനൊന്നും തിരുത്താനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ള 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യും CPM-ഉം നടത്തിയ നാടകം, അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ന് നവോത്ഥാന സമിതി എന്ന് പറഞ്ഞ് ആചാര സംരക്ഷണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടു കൂട്ടരും കലാപത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഞങ്ങൾ കലാപത്തിനല്ല നേതൃത്വം നൽകിയത്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിന്ന് സമാധാനപൂർണ്ണമായ അന്തരീക്ഷമുണ്ടാക്കി പ്രശ്നപരിഹാരത്തിന് നിലപാടെടുത്തവരാണ്. ഇപ്പോൾ ഞങ്ങൾ ആ നിലപാടെടുക്കുന്നു. ഈ പറയുന്ന സമീപനം പിണറായി വിജയനും BJP-യുടെ മറഞ്ഞു നിന്ന് എല്ലാം കാണുകയും അവസാനം മുഖം രക്ഷിക്കാൻ വേണ്ടി പമ്പയിലേക്ക് ഒന്ന് ചെന്നു എന്ന് വരുത്തുകയും ചെയ്ത കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം നമ്മുടെ മനസ്സിലുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ചർച്ച നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കോൺഗ്രസിന്റെ അന്നത്തെ നിലപാട് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച ഒന്ന് വൈകിപ്പിക്കാം. ആളുകൾ വന്നിരിക്കുമ്പോൾ മിനിമം പ്രതിപക്ഷ മര്യാദ കാണിക്കണ്ടേ? മിനിമം രാഷ്ട്രീയ മര്യാദ കാണിക്കണ്ടേ? ഇത് BJP ചാനലാണെന്നറിയാം, ജനൻ TV ആണെന്നറിയാം.
പക്ഷെ മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധി വരുമ്പോൾ അയാൾക്ക് സംസാരിക്കാനുള്ള നമ്മുടെ മുന്നിൽ സമയമില്ല, അതുകൊണ്ടാണ് ഇടപെടുന്നത്. മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മാരീച വേഷം നമ്മൾ ഗോപാലകൃഷ്ണൻ, ഇത് നിങ്ങളുടെ ചാനലാണ്. ഗോപാലകൃഷ്ണൻ ഇത് BJP ചാനലാണ്. ഗോപാലകൃഷ്ണൻ കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ചാനലാണ്. BJP നിലപാടാണ് പറയുന്നത്. അത് ശരിയല്ല. നമ്മളെ പോലെ മറ്റു പാർട്ടിക്കാരെ വിളിച്ചിരുത്തുമ്പോൾ മിനിമം മര്യാദ കാണിക്കാനുള്ള മിനിമം മര്യാദ കാണിക്കാനുള്ള ഈ നാട്ടിലെ വിശ്വാസികൾ കണ്ടറിയണം. അതുകൊണ്ട് അയ്യപ്പനെയും ശബരിമല സന്നിധാനത്തെയും പോലീസ് സ്റ്റേഷനെയും ടോയ്ലറ്റിനെയൊക്കെ ഒരുപോലെ കാണുന്ന ഗോപാലകൃഷ്ണന്റെ മാനസിക സംസാരിക്കുകയാണ് BJP. ഈ നാട്ടിലെ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് സംഘപരിവാർ. ഈ നാട്ടിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് പണാപഹരണത്തിനുള്ള ഒരു രാഷ്ട്രീയ നേട്ടത്തിനായുള്ള വെറും ഒരു ഗിമ്മിക്കാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ കോൺഗ്രസിനാകുന്നില്ല. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ കോൺഗ്രസിനാകുന്നില്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെയും ഇരട്ടത്താപ്പ് നമ്മുടെ മുന്നിൽ വെളിവാകുന്നത്. ഈ ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും നന്ദി. നമസ്തേ.